ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചിക്കൻ സ്റ്റൂവും വെള്ളയപ്പവും ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായ ചിക്കൻ കഴുകി എടുത്തു വച്ചേക്കുന്നതാണ് കേട്ടോ. ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കാം കേട്ടോ. അവിടെ കറുവാപ്പട്ട, കുരുമുളക്, ഗ്രാമ്പു, ഏലക്കായ അങ്ങനത്തെയുള്ള സ്പൈസസൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി, പച്ചമുളക്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് തേങ്ങ ചിരകിയത്, പിന്നെ കുറച്ച് ഉണക്കമുന്തിരി, 2 തണ്ട് കറിവേപ്പില. ഇതെല്ലാം ആവശ്യമുള്ളതാണ് കേട്ടോ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ. പിന്നെ ഉരുളൻകിഴങ്ങ്, സബോള, ഒരു വലിയ ഉരുളൻകിഴങ്ങും ഒരു വലിയ ക്യാരറ്റുമാണ് കേട്ടോ എടുത്തേ. പിന്നെ ഇത് തേങ്ങാപ്പാൽ കേട്ടോ. അത് ഒരു വലിയ സബോള ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം ഗ്യാസുമ്മ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് പിന്നെ കറുവാപ്പട്ട, ഏലക്കായ, ഗ്രാമ്പു, 3-4 മണി കുരുമുളകും ഉണ്ട് കേട്ടോ. അതൊക്കെ അതിലിട്ടിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും അരിഞ്ഞു വെച്ചാണ് ഇട്ട് കൊടുക്കുക. അതൊരു 2 മിനിറ്റ് നേരം ഇളക്കാം കേട്ടോ. അപ്പോൾ വെള്ളയപ്പത്തിൻ്റെ കൂടെയൊക്കെ ചിക്കൻ സ്റ്റൂ ഒക്കെ നല്ലതാട്ടോ. ചിക്കൻ കുറുമ, ചിക്കൻ സ്റ്റൂ ഇതൊക്കെ നല്ലതാണ്. കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. 2 തണ്ട് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് സബോള ഇട്ട് കൊടുത്തു. സബോളയും ഒരു 2 മിനിറ്റ് നേരിട്ട് വഴറ്റുക. അത് കുറേശ്ശെ ഒന്ന് ബ്രൗൺ നിറായി വരണ വരെ ഇളക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് ഉരുളൻകിഴങ്ങും ക്യാരറ്റും കൂടി കഷ്ണങ്ങളാക്കി വെച്ചാൽ ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കിയും കൊണ്ട് നിൽക്കുക കേട്ടോ. രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി എന്നിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ. ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിൽ തേങ്ങാപ്പാൽ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒന്നാം പാലല്ല കേട്ടോ, 2-ാം പാലാണ്. അതിൽ കിടന്ന് തിളച്ച് വേവണം കേട്ടോ ചിക്കൻ. ഇനി അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ. ഒരു 10-15 മിനിറ്റ് നേരം ചിക്കൻ വേവണം വരെ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇപ്പോൾ ഒഴിച്ചത് അണ്ടിപ്പരിപ്പും കുറച്ച് തേങ്ങ ചിരകി വെച്ചായിരുന്നു, രണ്ടും കൂടിയിട്ട് അരച്ചൊഴിച്ചതാണ് കേട്ടോ. അത് ചിക്കൻ നന്നായി വെന്തു കേട്ടോ. ഇനി ഇതിലേക്ക് ഉണക്കമുന്തിരി ഒന്ന് വറുത്തെടുക്കണം. അതിന് കുറച്ച് വെളിച്ചെണ്ണയിൽ ഇത് വറുത്തെടുക്കുകയാണ് കേട്ടോ. 2 തണ്ട് കറിവേപ്പില ഇട്ട് അതൊന്ന് വറുത്ത് കോരി വയ്ക്കണം അവിടെ. ഇനി തേങ്ങാപ്പാൽ 1-ാം പാലാണ് കേട്ടോ. അത് 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കണ്ട കേട്ടോ, പിരിഞ്ഞു പോവും. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല സ്റ്റൂവിന്. ഇനി മുന്തിരിങ്ങ വറുത്ത് വെച്ചേക്കണത് അതിലിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഗ്യാസ് ഓഫാക്കി വയ്ക്കാം കേട്ടോ.
ചിക്കൻ സ്റ്റൂ റെഡിയായി. ഇനി വെള്ളയപ്പം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ വെള്ളയപ്പം ചിക്കൻ സ്റ്റൂവും റെഡിയായി കേട്ടോ. സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ സ്റ്റൂവിന്. വെള്ളയപ്പം നന്നായിരുന്നു, നല്ല ടേസ്റ്റായി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ചിക്കൻ സ്റ്റൂവും വെള്ളയപ്പവും കൂടിയിട്ട് ഒന്ന് കൂട്ടി കഴിച്ച് നോക്കണം എല്ലാവരും. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ.